തനിക്ക് നേരിട്ട വിമർശനങ്ങൾക്ക് കൽക്കി 2898 AD എന്ന ചിത്രത്തിലൂടെ കൃത്യമായ മറുപടി നൽകിക്കഴിഞ്ഞു പ്രഭാസ്. ബാഹുബലി രണ്ടാം ഭാഗത്തിന് വിജയത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ അത്ര നല്ല പ്രകടനമായിരുന്നില്ല പ്രഭാസ് കാഴ്ചവെച്ചത്. സഹോ, ആദിപുരുഷ്, രാധേശ്യാം തുടങ്ങിയ ചിത്രങ്ങളുടെ പരാജയത്തോടെ പ്രഭാസിന്റെ താരമൂല്യത്തിന് വലിയ ഇടിവാണ് ആ സമയത്ത് സംഭവിച്ചിരുന്നത്. പൃഥ്വിരാജും പ്രഭാസും മത്സരിച്ച് അഭിനയിച്ച സലാറിലൂടെയാണ് പ്രഭാസ് വീണ്ടും തൻ്റെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ സാങ്കേതിക വിസ്മയമാണ് നാഗച്ചൻ സംവിധാനം ചെയ്ത കൽക്കിയിലൂടെ സിനിമാ പ്രേമികൾ ആസ്വദിച്ചത്. മഹാഭാരത കഥയുമായി, പ്രത്യേകിച്ച് അശ്വത്ഥാമാവിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിച്ചത്. അശ്വത്ഥാമാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രവും. കൽക്കിയുടെ ആദ്യ പകുതിക്ക് ശേഷമാണ് പ്രഭാസിൻ്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിലെ പ്രഭാസ് ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ദൃശ്യവിരുന്ന് തന്നെയാണ് കൽക്കി ഒരുക്കി വെച്ചിരുന്നത്. ഭാഷാഭേദമന്യേ മികച്ച നടന്മാരെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നവരാണ് മലയാളികൾ. ഒരുപക്ഷെ അല്ലു അർജുനു ശേഷം മലയാളികൾ ഇത്ര കണ്ട് നെഞ്ചിലേറ്റിയ തെലുങ്ക് നടൻ പ്രഭാസ് ആയിരിക്കും. പ്രഭാസ് ചുവടുറപ്പിച്ചിരിക്കുന്നത് തെലുങ്കിലാണെങ്കിലും അമരേന്ദ്ര, ബാഹുബലിയെ നെഞ്ചിലേറ്റിയവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകും മലയാളികൾ. പെൺകുട്ടികളുടെ പ്രണയനായകനും ആൺകുട്ടികളുടെ ആക്ഷൻ ഹീറോയുമായി പ്രഭാസ് മാറിയത് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾക്ക് മുൻപാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രഭാസിനെ കാത്തിരുന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഉയർച്ചയുടെ പടവുകളാണ്. ഇന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റെതായ ഇടം നേടിയ നടൻ, നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാൾ, ബിഗ് ബജറ്റ് സിനിമകളിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ താരം എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് പ്രഭാസിന്. ബാഹുബലി എന്ന കഥാപാത്രത്തിലൂടെ ലോക സിനിമയ്ക്ക് മുന്നിൽ തന്നെ വിസ്മയമായി തീർന്ന ഈ 44-കാരന് ഇന്ന് ലോകം മുഴുവൻ ആരാധകരുണ്ട്. 2021 ലോകത്തിലെ 1-ാം നമ്പർ സൗത്ത് ഏഷ്യൻ സെലിബ്രിറ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രഭാസിനെയാണ്. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ താരമൂല്യം കുതിച്ചുയർന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. UK ആസ്ഥാനമായുള്ള ഈസ്റ്റേൺ ഐ എന്ന പ്രതിവാര പത്രമാണ് പ്രഭാസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സർവേ ഫല പ്രകാരം സിനിമ, ടെലിവിഷൻ, സാഹിത്യം, സംഗീതം, സോഷ്യൽ മീഡിയ എന്നീ മേഖലകളിൽ നിന്നുള്ള നിരവധി ആഗോള താരങ്ങളെക്കാൾ മുന്നിലാണ് പ്രഭാസ് എന്നതും ശ്രദ്ധേയം. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായത്തിന് മുഖച്ഛായ മാറ്റുന്നതിൽ താരം വേറിട്ടു നിന്നു എന്നാണ് ഈസ്റ്റേൺ ഐ താരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1979 ഒക്ടോബർ 23 മദ്രാസിൽ ജനിച്ച പ്രഭാസിന് സിനിമാ പാരമ്പര്യം ഉണ്ട്. തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന യു സൂര്യനാരായണ രാജുവിൻ്റെയും ഭാര്യ ശിവകുമാരിയുടെയും 3 മക്കളിൽ ഇളയവനാണ് വെങ്കിട് സത്യനാരായണ പ്രഭാസ് രാജു ഉപ്പൽപ്പടി എന്ന പ്രഭാസ്. ഭീമവരത്തെ DNR വിദ്യാലയത്തിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം ഹൈദരാബാദിലെ ശ്രീ ചൈതന്യ കോളേജിൽ നിന്ന് ബിടെക് ബിരുദം നേടിയത്. 6 അടി 5.5 ഇഞ്ച് പൊക്കക്കാരൻ വൈകാതെ സിനിമയിലെത്താൻ ഉള്ള മാർഗങ്ങളും തേടി തുടങ്ങി. 2002 പ്രഭാസിന്റെ സിനിമാ ലോകത്തേക്കുള്ള അരങ്ങേറ്റം. ജയന്ത് സി പരന്ത സംവിധാനം ചെയ്ത ഈശ്വർ എന്ന ചിത്രത്തിലൂടെയാണ് പ്രഭാസ് തൻ്റെ ആദ്യ ചുവട് വയ്ക്കുന്നത്. ശ്രീദേവി വിജയകുമാർ ആയിരുന്നു ചിത്രത്തിലെ നായികയായി എത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് നിരവധി സിനിമകളുടെ ഭാഗമായെങ്കിലും താരം അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് വിസ്മയ ചിത്രം ബാഹുബലി വന്നത്. അതിലൂടെ താരം ആഗോള നിലവാരത്തിലേക്കാണ് ഉയർന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന റെക്കോർഡുമായി എത്തിയ ബഹുഭാഷ ചിത്രമായിരുന്നു ബാഹുബലി. SS രാജമൗലി സംവിധാനം ചെയ്ത സിനിമയിലെ നായക വേഷം പ്രഭാസിനെ ലോക സിനിമയിൽ തന്നെ ശ്രദ്ധേയമായ താരമാക്കി. ഛത്രപതി, ചക്രംവില്ല, മിസ്റ്റർ പെർഫെക്റ്റ് തുടങ്ങിയ ചിത്രങ്ങളും ഏറെ തരംഗമായി മാറിയവ ആയിരുന്നു. മിർച്ചി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് താരത്തിന് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമായ നന്ദി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2014 ഇറങ്ങിയ ആക്ഷൻ ജാക്സൺ എന്ന ബോളിവുഡ് സിനിമയിൽ അതിഥി വേഷത്തിലും താരം ണ്ടായിരുന്നു. തെലുങ്ക് നടനായ കൃഷ്ണരാജുവിൻ്റെ അനന്തരവൻ കൂടിയാണ് പ്രഭാസ്. 19 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ 25-ലധികം സിനിമകളുടെ ഭാഗമാകാൻ പ്രഭാസിന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവയിൽ പലതും തിയേറ്ററുകളിൽ കയ്യടി നേടിയവയാണ് എന്നതാണ് ഒരു വാസ്തവം. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഫോബ്സ് ഇന്ത്യയുടെ 100 സെലിബ്രിറ്റികളുടെ പട്ടികയിൽ നിരവധി തവണ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രഭാസ്. 2002 കരിയറിൻ്റെ തുടക്കമെങ്കിലും പ്രഭാസ്
പ്രഭാസ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് 1.5 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനു ശേഷമാണ്. കരിയർ മാറ്റിമറിച്ച ബാഹുബലിക്ക് ശേഷം പ്രഭാസിനെ തേടിയെത്തുന്നത് എല്ലാം തന്നെ ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ്.